ഇവിടുന്ന് ഒരു സാധനം വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 4-5 ദിവസമായിട്ട് ഞാൻ തീ തിന്നുകൊണ്ടിരിക്കുക. മനസ്സിലായ? ആരോട് ചോദിക്കും? ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങാനോ കഴിക്കാനോ പറ്റും. എന്താവട്ടെ, പച്ചക്കറി ആവട്ടെ, എന്തിലപ്പോ ഇതൊക്കെ ഉള്ളതെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയോ? ആ അവസ്ഥയിൽ എത്തിക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കി. എടപ്പള്ളി ഇഫ്താറിന്ന് കിട്ടിയൊരു ഗിഫ്റ്റാണിത്. നല്ല ഒന്നാന്തരം പല്ലി. ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മയണൈസിൽ നിന്ന് കിട്ടിയതാണ് ഈ പല്ലീന്. വൈഫ് ഒരു കപ്സേ, ഞാൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഈ പല്ലീനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വെയിറ്ററെ വിളിച്ച് കാര്യം പറഞ്ഞു. വെയിറ്റർ കൊണ്ട് പറയണത് ഉണ്ടാക്കിയവനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടു, എന്ത് നടപടി വന്നാലും സ്വീകരിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിക്കാൻ വന്നില്ല. നമ്മൾ നേരെ നമ്പർ എടുത്ത് ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞപ്പം അവർ പറയണത് ഉടനടി ഒരു നടപടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോയും വീഡിയോ അയച്ചു കൊടുത്താൽ മതി, അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ലെന്നാണ്. പിന്നെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ നമുക്ക് നോക്കാം. ഇതുപോലെ സ്ഥലം വരുന്നത് എടപ്പള്ളിയിലാണ് ഇഫ്താർ. എന്റെ പൊന്നു മക്കളെ, എത്ര വലിയ ഹോട്ടലാണെന്നുണ്ടെങ്കിലും പരമാവധി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അവനാന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നല്ലാതെ, ഗതി മുട്ടുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, പഴങ്ങൾ കഴിക്കാൻ നോക്കുക എന്നല്ലാതെ പുറത്തുനിന്ന് കഴിക്കാതെ എങ്ങനെ ബഹിഷ്കരിക്കണം. അപ്പോഴവർക്ക്